ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2025 ഏപ്രിലിൽ വരുന്ന ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ OTP വെരിഫിക്കേഷനാണ്. ഇന്ന് 2025 മാർച്ച് 24. നിങ്ങൾക്ക് OTP വെരിഫിക്കേഷൻ നിർബന്ധമാണ്. ഇന്ന് അതിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടിയിട്ടില്ല, അപ്ഡേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അക്കാഡമി കൗൺസിലറായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് 2025 ഏപ്രിൽ മാസം എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്ക് എങ്ങനെയാണ് OTP വെരിഫിക്കേഷൻ ചെയ്യുന്നത് എന്നാണ്. സോ നിങ്ങൾ ഇങ്ങനെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫോൺ നേരെ തിരിച്ചു പിടിക്കുക. സോ എങ്ങനെയാണ് അത് ചെയ്യുന്നതിനുള്ള കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നമ്മൾ ഈ ഒരു സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ അക്കാഡമി കൗൺസിലറെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് നേരെ പോകുന്നത് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ ഇതുപോലത്തെ ഒരു വിൻഡോയിലേക്കായിരിക്കും. അവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ കുറേ ഡേറ്റ് ഓഫ് ബർത്തും ലിസ്റ്റും രജിസ്ട്രേഷൻ നമ്പറൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരാളെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. 203. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 17. സോ ഇത്രയും രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് യൂസർ എന്നുള്ളൊരു ചെറിയ ബട്ടൺ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡിഫോൾട്ടായിട്ട് തന്നെ അവിടെ നിങ്ങളെ പേര് വന്നിട്ടുണ്ടാവും. അശ്വിൻ നാഥ് എന്നുള്ള പേര് ഡിഫോൾട്ടായിട്ട് അവിടെ വന്നു. ഇനി നമ്മൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യാനുള്ളത് ഫാദറിൻ്റെ പേരാണ്. ഫാദറിൻ്റെ പേര് ഞാനിവിടെ ടൈപ്പ്. ഇനി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. അടുത്തത് നമ്മളെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്. ഒന്നുകിൽ ഓൾറെഡി നമ്മൾ ഇത് കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇതുപോലൊരു സെൽഫി എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സെൽഫി എടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ടേക്ക് ഫോട്ടോ കൊടുത്താൽ ഇതുപോലൊരു സെൽഫി എടുത്തിട്ട് നമുക്കിങ്ങനെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ യൂസ് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആവും. അതിനുശേഷം നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന് മെയിൽ ID യും ഫോൺ നമ്പറും അടിച്ചു കൊടുക്കുക. മെയിൽ ID അടിക്കുമ്പോൾ എപ്പോഴും നമുക്കറിയാം സ്മോൾ ലെറ്ററിൽ തന്നെയാണ് കേട്ടോ ടൈപ്പ് ചെയ്യേണ്ടത്. അതറിയാത്തില്ല ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത മൊബൈൽ നമ്പറാണ്, അത് തെറ്റാതെ ടൈപ്പ് ചെയ്യാം. കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന മൊബൈൽ വെരിഫൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവും, ഇതുപോലൊരു OTP വിൻഡോ വരും. 58 സെക്കൻഡിനുള്ളിൽ ആ OTP അടിച്ച് സബ്മിറ്റ് ചെയ്യലോടുകൂടെ നമുക്ക് എന്താവും, ഇപ്പോൾ OTP വരും. ഇപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ OTP പോയിട്ടുണ്ടാവും. അപ്പോൾ അത് എനിക്ക് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. അതിനുശേഷം കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യലോടുകൂടെ നമ്മൾ OTP വെരിഫിക്കേഷൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. സോ ഇത് നിർബന്ധമായിട്ടും ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രീ കൺസൾട്ടേഷൻ കിട്ടുന്നതായിരിക്കും. സോ ഇത് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബോസയുമായി ബന്ധപ്പെട്ട NIC ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് കാണാനും ലേറ്റസ്റ്റ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്